ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വാട്സപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇച്ചുവിൻ്റെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ ആ വാട്സപ്പിലൂടെ ചോദിക്കുമ്പോൾ കേട്ടോ. നിങ്ങളെ മക്കളെ പോലെ കരുതിയിട്ടല്ലേ നിങ്ങളത് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി കേട്ടോ, കലത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്നും ഇപ്പോൾ ഈ നമ്മളെ മെറ്റീരിയലും അതേപോലെ നമ്മളെ ചട്ടിയും കുടുക്കിയും മാത്രം കാണിച്ചു തരികയല്ലേ. അപ്പോൾ ഇത് കുറേ ദിവസമായി കംപ്ലൈൻറ്റ് പറയൽ തുടങ്ങിയിട്ട് കേട്ടോ. ഷെയ്മോളും പറയണ്ട എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. ഓനിപ്പോൾ ട്യൂഷനൊക്കെ വിട്ട് വന്നാട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരികയെന്ന് കണ്ട് ഇങ്ങനെ പറയാണ്, വിശന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. നമ്മൾ വ്ളോഗായിട്ട് തന്നെയാണ് ചെയ്തത്. ഫസ്റ്റേ ഞാൻ വോയിസ് കൊടുക്കണുള്ളൂ, ബാക്കിയൊക്കെ വ്ളോഗാണ് കേട്ടോ. എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരി. അതിൽ ശരിക്കും സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ട് വേണ്ട, ലെങ്ത്ത് കൂടിയോണ്ട് എന്ന് കരുതണ്ട കേട്ടോ. അപ്പം നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വ്ളോഗൊക്കെ നമ്മൾ ചെയ്യണത് അത് സാധാ റേറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ആ സ്ക്രഞ്ചീസ് ഉണ്ടാക്കണമെന്നും കാണിക്കാൻ കഴിയൂല. അപ്പോൾ സ്ക്രഞ്ചീസ് ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളി. ആ ഓണക്കിറ്റ് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് വാങ്ങിച്ചോളി കേട്ടോ. അപ്പം നമ്മൾ വ്ളോഗൊക്കെ കണ്ടുവരി. ആ ലൈക്കുമ്പോൾ തൊട്ട് കണ്ടാണ് കണ്ടോളി കേട്ടോ. രാവിലത്തെ കോഴിക്കറി കഴിഞ്ഞോ? ഞാൻ ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. തൽക്കാലം ഉമ്മാന്റെ കുട്ടി ഉച്ചക്ക് ചോറുന്നാണ്. ഉമ്മാന്റെ 2 കണ്ണ കുട്ടി ഞാനൊരു തുള്ളി ചോർന്നിട്ടില്ല. ഞാനൊന്നും ഒരു തുള്ളി തീർന്നിട്ടില്ല. എനിക്ക് ഒരു നേരം ഉമ്മാക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. രാവിലെ നീച്ച ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മുഴുവനും ഇന്ന് എഴുതി തീർക്കണ പടയാണ് ഉമ്മാക്ക്. കാരണം നാളെ ഞായറാഴ്ചയാണ്. അതിനൊക്കെ കൊറേ ടൈം കിട്ടി അറിയില്ലേ. അവിടെ കൊണ്ടുപോയിട്ടാ ഓല് ഇന്ന് കൊണ്ടുപോയിട്ടാ നാളേക്ക് ഒരു പാർസൽ ചെയ്യുള്ളൂ. നാളെ പാർസൽ ചെയ്യലുണ്ടാവില്ല. നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് നേരം 5 മിനിറ്റ് നേരം വൈകിയാൽ തിങ്കളാഴ്ച പോലെ അത് അവിടെ കൊണ്ടുപോയിടുള്ളൂ. 30 ചോറ് ചോറ് അങ്ങനെ തന്നെയല്ലേ കുട്ടിയെ? അങ്ങനെ തന്നെ ഞാൻ തിന്നു കാണില്ലേ? 2 കുഞ്ഞിക്കണ്ടം കൂട്ടിക്കാണ്ട് ചോറ് തിന്നോ. എന്തെങ്കിലും എന്തെങ്കിലും മത്തല്ല കാണിച്ചിട്ടുണ്ട്. 2 കുഞ്ഞിക്കണ്ടോ അങ്ങനെയൊക്കെ തിന്ന അഡ്ജസ്റ്റ് ചെയ്യരുത്. നമ്മള് ഉഷാറാവട്ടെ. എന്നിട്ട് നമുക്ക് നല്ലോണം മന്തി ചോറും ബിരിയാണിയൊക്കെ ദിവസം ഉണ്ടാക്കണം. ആർഭാടൊന്നുമില്ല. നിങ്ങളെ ആവശ്യങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കി തരാന്. 30 കൊടുക്കത്താ തിന്നാ മതി. പല വലിയ പൈസ ഇല്ലായിട്ടാണ് ആവണ്ടേ. 2 ഉള്ളി പൊണേ കിട്ടിയിട്ട്. അപ്പൊ ചീരുള്ളി കേട്ടോ മക്കളെ. തുള്ളി വെളിച്ചെണ്ണ പാർന്നിട്ട് ചീരുള്ളി അരിഞ്ഞിടുകയാണ് കേട്ടോ. ട്ടോ ഓൾക്ക് ചീരുള്ളി ഇട്ടാ കലത്തപ്പം പറ്റൂല. ഓന് വിഷമം. 10 മണി ഇമ്മ നേരം വെളുക്കുമ്പോൾ ഇമ്മാന്റെ കഷ്ടപ്പാട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പാന്റെ കഷ്ടപ്പാട് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ നേരം വെളുത്ത സ്കൂളിൽ പോകണം. വൈകുന്നേരം വന്നാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇല്ലാന്ന് പറയുന്നില്ല. ഇത് കുറിച്ചിട്ട് ഒരു മിനിറ്റ് ഒഴിവുണ്ടോ? പാർസൽ വിടണം. അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണം. നമുക്ക് ബേബിയാള് നോലോടിച്ചിട്ടാണെങ്കിൽ അതിലാറ് നേരെ നോലോടി മിന്നൊക്കെ വെറുതെ നോലോടിച്ച അങ്ങനെ നോലോടിച്ച. പിന്നെ ഇനി ഓൾക്ക് ഞാൻ ആ സാധനം കിട്ടണീന്റെ മുന്നേ ക്രഞ്ചീസ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. എന്താ കലത്തപ്പത്തിന്റെ മാവ് അരി കുതിർത്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് കാട്ടി, രാവിലെ കുതിർക്കാൻ വെച്ചതാട്ടോ. 2-3 ശർക്കര ഇട്ടുകാണ്ട് ഞാന് ഒന്ന് ഇതാക്കി ഉരുക്കി എടുത്തു. ശർക്കര ചൂടോടെ ഞാൻ അരിച്ച് പാർന്നിക്കട്
പിന്നെ ഒരു നുള്ള അപ്പസോഡ ഇട്ടു കേട്ടോ. അപ്പസോഡ ഇടലില്ല, കുട്ടികൾക്ക് നന്നായിട്ട് ശരിയാവുന്നുണ്ട് നമ്മളെ കലത്തപ്പം. പക്ഷെ അപ്പസോഡ ഇപ്പൊ ഇടാൻ ഇപ്പൊ തന്നെ പാരാല്ലത്, നമ്മളിപ്പൊ തന്നെ നുള്ള അപ്പസോഡ ഇട്ടിട്ടില്ലെങ്കിൽ നന്നാവൂല. അല്ല ഈ മാവ് കുറച്ചേരം എടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പസോഡ ഇടേണ്ട ആവശ്യമില്ല, ഒരു നുള്ളു ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയേ, ഇതുപോലെ അയണം. ഇത് കണ്ടോ, ഇങ്ങനെ പിരിഞ്ഞ് വരണം കേട്ടോ. പിരിഞ്ഞ് വരുമ്പോഴാണ് നമ്മളെ കലത്തപ്പം ഉഷാറാവുക. അപ്പൊ ഇത് ലൂസായത് കണ്ട അന്ന വിടണ്ട. ഇതോ കണ്ടോ, ഈ പിരി വരണം, പിരി കണ്ടോ, പിരി ആ പിരി വന്നാലേ നമ്മളെ കലത്തപ്പം ഉഷാറാവുക കേട്ടോ. കണ്ടോ എത്ര ലൂസിലുണ്ട് കേട്ടോ. പറ്റ വെള്ളാക്കണ്ട. ഉള്ളി വെളിച്ചെണ്ണ പറഞ്ഞാലേ അതിന്റെ രസം കിട്ടുക കേട്ടോ. അപ്പൊ ചീരുള്ളി ഷെയ്മോക്ക് ഇഷ്ടമല്ല, അതാണ് പറയണേ. എനിക്ക് തുള്ളി മാവ് എടുത്തേക്ക് ഉണ്ണിയപ്പത്തിന് കണ്ടമാനം ഓയില് വേണം. അതൊന്നും ഇപ്പൊ ഇല്ല. ഇതൊന്നും എല്ലായിടത്തൊന്ന് ചുറ്റി കൊടുത്തുട്ടോ ഞാന്. കാണില്ല ഷെയ്മോളെ? അപ്പൊ 2 കുക്കറിലാക്കിക്കാണ്ട് വെക്കണത്. ഇതും കണ്ടോ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തുട്ടോ. ഒറ്റ ഇതിൽ അങ്ങോട്ട് ഉഷാറാക്കി കൊടുത്തു. ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന കാണിച്ചു തരട്ടോ, പോകലി ആരും. പിന്നെന്താ, അത് മാത്രം ആക്കിയാൽ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പത്തു ആ കച്ചവടം മാത്രം വിടല്ലേ പറയും. അതോടെ നല്ലോ ഫ്ലെയിമാണ് കൂട്ടുക. എന്നിട്ട് കൂട്ടിയ പാട് ഉള്ളി കരിയുടെ മുന്നേ പറഞ്ഞട്ടോ. ഓൾക്ക് ഞാൻ 2 കയ്യില് പറഞ്ഞു. ഇത് പറ്റൂല ഷെയ്മോളെ, കുയ്യപ്പം പറഞ്ഞ ഇത് വേണമെങ്കിൽ കലക്കി പറഞ്ഞപ്പോ അപ്പൊ അതാക്കണ് പാരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പിരിഞ്ഞ് വരണം. ബാക്കി മാവ് നമുക്ക് ഇതിലേക്കും പാരട്ടോ. ഇപ്പൊ നല്ലോ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാന്. ഉമ്മ കഞ്ഞി കുടിച്ചിട്ട് ഉമ്മമാരുടെ സമയങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട്. ഒരു നേരം ഒഴിവിട്ടിട്ടില്ല. അമ്മനോടെ ഗുളിക വേണ്ട പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് മനസ്സിൽ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുമിളകള് വന്ന് നമ്മളെ കലക്കി പറഞ്ഞപ്പോ ഓട്ടടയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓട്ടകള് വരട്ടോ. ഓട്ടകള് വന്നിട്ട് നമുക്ക് മൂടി വെക്കാം. വിസിൽ ഊരിയിട്ട് മൂടി വെച്ചിട്ട് സിമ്മാക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഏകദേശം ഞങ്ങൾക്ക് കാണിച്ചു തരാം കുമിള വന്ന കേട്ടോ. ഇതാണ് കേട്ടോ കുമിളകൾ ഇങ്ങനെ വന്നിട്ടില്ല ഷെയ്മോളെ? അത് തിഞ്ഞും പൊന്നിട്ടോ. രണ്ടാമത്തെ ഇതാക്കണം കേട്ടോ. അപ്പൊ മാവ് നന്നായിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. അധികം നിക്കണ്ട, മൂടി വെക്കാണ്. സിമ്മാക്കിട്ടോ. ഇതും കുക്കറൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. അത് പണിക്കും വേണ്ടി പണിക്കും വേണ്ടി കുക്കറൊക്കെ കഴുകി വെച്ചാണ്. ഇനി അത് കഴുകിയില്ല ഇത് കഴുകിയില്ല അറിയണ്ട. നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോ നമ്മള് വൃത്തിയിൽ തന്നെ കൊടുക്കുക. ഉള്ളി കഴുകിയില്ല, ചക്കപ്പുള്ളി ഒക്കെ കഴുകി വൃത്തിയാക്കി കണ്ട് നമ്മൾ വെക്കണാണ്. ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട്. പിന്നെ ലെങ്ത് കൂടും കരുതി ഋതുവാണ് എഡിറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ എടുത്ത് കളിയും ചിലപ്പോ കെഗണമൊക്കെ. ഓൻ പറയുമ്പോൾ കെഗണോ കുടിച്ചണോ ഒക്കെ ആയി കിട്ടാല് ലെങ്ത് കൂടുതൽ എത്ര സ്പീഡ് കൂട്ടിയാൽ വൃത്തി ഉണ്ടാവില്ല മാറി. അപ്പൊ അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ ആ ബാഡ് കമന്റ് പറയണേന് ഞാൻ ഉത്തരം കൊടുക്കലില്ല. പറയണോലവിടെ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ. അതിന് നമ്മള് മറുപടി കൊടുക്കാൻ പോയാ പിന്നെ നമ്മളോട് ഏറെ വെറുപ്പായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ അതിന് മുണ്ടലില്ല, അവിടെ പറഞ്ഞോട്ടെ. എന്തായാലും നമ്മക്ക് അറിയില്ലേ നമ്മളെങ്ങനെ വെക്കണേ, നമ്മളെങ്ങനെ ഉണ്ടാക്കണം. നമ്മളെ മക്കൾക്ക് ഇപ്പൊ നമ്മള് വൃത്തി വെടുക്കുകയല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതാക്കണം കേട്ടോ. ഇനി ആവട്ടെ. ആവണുമ്പോത്തിന് 15 മിനിറ്റ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ അതിന് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഷെയ്മോളെ ഒരു പണിയില്ല കേട്ടോ, കാണിച്ചു തരാം. നമ്മളെ ഷെയ്മോളെ തന്നെ കാണിച്ചു തരും കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെയാണ്. എന്താ നമ്മള് കാക്കിലോനൊക്കെ വാങ്ങുമ്പോ ഇതുപോലെ ഒരു സെറ്റ് വെക്കും കേട്ടോ. നമ്മളെ കിറ്റില് ഈ ഒരു പീസേ ഉണ്ടാവുള്ളൂ. ഈ ഒരു പീസ് കൊണ്ട് നമുക്ക് എത്രണ്ണം ഉണ്ടാക്കാം? 2 ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാല് കണ്ടോ 4 ഉണ്ടാക്കാം. 1 2 3 4 4 ഉണ്ടാക്കട്ടോ. അപ്പൊ അതൊന്ന് വെട്ടിക്കാട്ടി കൊടുക്കും ഷെയ്മോളെ. ഞാൻ കാണിച്ചു തരാം. അതിന്റെ നാട്ടിലാണ് കട്ട് ചെയ്യാം. അപ്പൊ കൂടുതലും കിറ്റില് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കിറ്റില് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ നടുഭാഗം കട്ട് ചെയ്തോളൂ. ഇങ്ങനെ പിടിച്ചിട്ട് നടുഭാഗം കട്ട് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് 2 ഉണ്ടാക്കാനുള്ള പീസ് ഉണ്ടാവും. ഇനി ഒന്ന് ഷെയ്മോള് ഉണ്ടാക്കി കാണിച്ചു തരും കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് തിന്നാലാണ് കാണുള്ളൂ. ഇതാക്കട് ഇങ്ങനെ പിടിച്ച
ഇങ്ങനെ പിടിച്ച ഇതിന്റെ ഉള്ളില് വരലിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഓള് പറയണ മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ തിരിച്ച ഒരു 4-8 5 തിരിച്ചാൽ മതി. അതിലേറെ തിരിക്കണ്ട. 5 തിരിച്ചോളി. അപ്പൊ കൂടി നെറിണ്ടോ? വൃത്തിയില് തിരിച്ചണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോരും. എന്നിട്ട് ഇതുണ്ട് ഈ തിരിച്ചായിട്ട് ഇതിന്റെ ആ വിരലുണ്ടല്ലോ, അതിന്റെ ആ ഓട്ടം ഉണ്ടല്ലോ വിരലിട്ടെ, അതിൽ കൂടെ ഇടുക. ഒന്ന് ഇടുക, എന്നിട്ട് കെട്ടിയിടുക കേട്ടോ. കെട്ടിയിടുക. രണ്ട് ലൂസായി പിടിച്ചാൽ കെട്ടണം. ടൈറ്റായി പിടിച്ചത് ആകെപ്പാട് ഇറക്കി പിടിച്ചെടുക്കും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ 2-3 കെട്ടിട്ട് അത് കെട്ടാ. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങോട്ട് അവിടെ ഒന്നാ കാണൂല. ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് രണ്ടു കൂടെ കെട്ടിയിട്ട് വെട്ട് കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? ഇനി ഞാനൊന്നും കൂടി കാട്ടി തരട്ടെ നിങ്ങൾക്ക്, അറിയാത്തവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ക്രഞ്ചീസ് ഇപ്പൊ അവർക്ക് പോയാൽ കാണൂല. ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതാട്ടോ ക്രഞ്ചീസ്. ഇത് ഇങ്ങനെ പിടിക്കുക. ഇവിടെയൊക്കെ വിടർന്ന് പോരും. അത് കേടല്ല കേട്ടോ, നമുക്ക് പിടിച്ച് കെട്ടിയിടാനുള്ളതാണ്. ഇത് 2 ഇതളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എയർബെൻഡ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ. എയർബെൻഡ് ഒക്കെ ഉണ്ടാക്കും. അതിന്റെ ഐഡിയകളൊക്കെ നമ്മൾ കാണിച്ചു തരണ്ട്. അപ്പൊ അതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഈ വിരലില്ലേ, ഒരു വിരലോ 2 വിരലോ ഇതിലേക്ക് ഇടുക. എന്നിട്ട് 1 2 3 4 5 5 തിരിച്ചു അല്ലെ. 5 തിരിച്ചിട്ട് അപ്പൊ ഇവിടെ ഈ 2 അറ്റം ഇങ്ങനെ നീർന്ന് നിൽക്കുകയാണല്ലോ അല്ലെ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ സ്പേസ് ഒന്നെടുത്തോളി. ഒരു കഷ്ണം എടുക്കുക. ആ ഓട്ട ആ വിരലിട്ടിട്ടില്ലേനോ, ആ ഓട്ടന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു പിടിച്ചേട്ടോ. ഒന്നുകൊണ്ട് വലിച്ചു പിടിച്ചണം. അല്ലാന്നുണ്ടെങ്കിൽ ഇറക്കി പിടിച്ചു. ഇത്ര വലിയ പണിയൊന്നുമില്ല. ഉള്ളി തൊലിച്ച പണിയുള്ളൂ ഞാൻ പറഞ്ഞു നിൽക്കണേ. അത് ഒരട്ടം ചെയ്ത് നിങ്ങൾക്ക് നല്ലോണം കെട്ടി കൂട്ടിയിടുക. ഒരു 2 കെട്ടൊക്കെ കെട്ടോളി. ഇതിനാണ് കടയിൽ 40, 50, 60 ഉറുപ്പ്യ എടുത്ത് വാങ്ങണത്. നിങ്ങൾക്ക് ഇത് നല്ല ലാഭത്തിന് അറിയൊന്നുമില്ല. കെട്ടിയാ അറിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇനി കെട്ടിയാ അറിയില്ലാത്ത കടയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ തന്ന നീ ബാക്കിയുണ്ടല്ലോ പൂച്ചവാല്, അതാണ് വെട്ടി കൊടുക്കുക. കുറ്റിയോടക്കനെ വെട്ടി കൊടുത്തോണ്ട് കേട്ടോ. കുറ്റിയോടക്കനെ വെട്ടി കൊടുത്ത് വൃത്തിയാക്കുക കേട്ടോ. കണ്ടോ നമ്മളെ അടിപൊളി ക്രഞ്ചീസ് കണ്ടോ. ആ കെട്ടിട്ടോ കുട്ടിയിട്ടോ ഒന്നും കാണില്ലല്ലോ. ഇങ്ങനെ വരും സ്ക്രഞ്ചീസ് കേട്ടോ. നമ്മളെ മുടിമടാന് കണ്ടോ കൈമട്ട് കാണിച്ചു കൊടുത്ത അതാണ് സ്ക്രഞ്ചീസ്. മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇനി മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ 250 ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് 4 ഉണ്ടാക്കാനുള്ള ഇടലുണ്ട് കേട്ടോ. ഇത് കണ്ടോ നടു മുറിച്ച് കാണ്ട് നിങ്ങളെ കിറ്റില് ഇങ്ങനെ ഒരു കഷ്ണമായിരിക്കും. ശരിക്കും കേട്ടോളി. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പറയുന്നത്. എന്നാലും നമ്മളെ കിറ്റ് കൊടുത്തയച്ചോൽക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ മക്കളെ. എന്നിട്ട് ഇതിന്റെ നടു മുറിച്ച് കാണ്ട് 2 ആക്കുക. അപ്പൊ ഇതുകൊണ്ട് 2 ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഇതിന്റെ നടു ഇങ്ങനെ പിടിച്ചാ, നടു ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഇതിങ്ങനെ പിടിച്ചാ നമ്മളെ ഒരു വിരലോ 2 വിരലോ ഇതാ ഈ ഇതിക്ക് ഇടുക. എന്നിട്ട് ഒന്ന് മെല്ലെ വച്ച, നല്ലോണം വച്ചരുത്. ഇവിടെ മുറുക്കി പിടിച്ച. എന്നിട്ട് 1 2 3 4 5 അല്ലേ. എന്നിട്ട് ഇവിടെ അല്ല ഇതില് അയിക്കൂടെ ഇവിടെ കണ്ടില്ലേ നമ്മള് 2 മുറിഞ്ഞിങ്ങ നിന്നീന് അതിന്റെ 1 എടുത്തുകാണ്ട് കെട്ടിയിടുക. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് അയഞ്ഞു നിക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചു നിന്നോണ്ടി കണ്ടോ. ഒരു പണിയില്ല. അത് ഒരട്ടം കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത് എത്താപ്പത് കുറെ നൂലാമാലകൾ പുറത്തു ചോദിച്ചാണ് കുറെ മെസ്സേജ് വന്നിരുന്നു. അപ്പൊ പീടിന്ന് കിട്ടണ ക്രഞ്ചീസിലെ നിങ്ങളെ മക്കളോ പേരക്കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത് കാണിച്ചു കൊടുത്തു നോക്കേണ്ടി. ഓരോടൊക്കെ കടയിൽ എന്താ റേറ്റ് എന്നൊന്നും ചോദിച്ചു നോക്കോണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് ഒരു തിരക്കാടില്ലാത്ത വിലക്ക് വിൽക്കാൻ കഴിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞു തരും അതിന്റെ ഐഡിയകളും അതിന്റെ വിലകളും നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടോ. ഒന്നുകൊണ്ട് പിരിച്ചുകൊണ്ട് ഉണ്ടാക്കാട്ടോ. നല്ല മുറുക്കിട്ടോ, മുറുക്കി കെട്ടി. ഇനി ഈ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല, അതാണ് വെട്ടിയിടുക കേട്ടോ. ഉണ്ടോ ഒന്നാണ് വെട്ടിയിട്ടു കേട്ടോ. കുറ്റിയോടുക്കനെ വെട്ടിയിടുക നമ്മള്. വൃത്തിയാക്കുക കുറ്റിയോടുക്കനെ. ഇപ്പൊ കണ്ടോ നമ്മളെ അടിപൊളി ബ്ലാക്കിലെ ക്രഞ്ചീസ് അടിപൊളി സാധനമായില്ലേ. കണ്ടോ കണ്ടോ അടിപൊളി നിൽക്കണില്ലേ. അതാ തിരിച്ചണ റെഡിയാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മൾ ഉണ്ടാക്കിയാണ്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാന്. നെറി 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 നെറിയായിട്ട് ഇതാണ് സംഭവം കേട്ടോ. കാണില്ല ഇതും അടിപൊളിയില് അല്ലേ.
ഇതാണ് ക്രഞ്ചീസ്. ഇവിടെ വന്നാ ഷെയ്മോള് വന്നാ എങ്ങനെ വേണമെങ്കിലും കെട്ടാട്ടോ കുട്ടികൾക്ക്. ഇത് ഇങ്ങനെ കെട്ടാ നോക്കിയാ നല്ല ഭംഗിയില്ലേ കാണാന്. ഇടയ്ക്ക് അതിന്റെ ഒരു ചൊറുക്ക് ഇതൊന്ന് ചൊറുക്കില് കാണിച്ചു കൊടുത്താ ഇതാക്കണം കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാന്. ഇനി നമുക്ക് ഇങ്ങനെയും കെട്ടാട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ മക്കൾക്ക് വേണമെങ്കിൽ തന്നെ വാങ്ങാട്ടോ. ഇതിന്റെ കറുപ്പും ചോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് ഇങ്ങനെ ഒന്ന് ചെറിയൊരു ഇതുകൊണ്ട് കെട്ടിയിട്ട് കാണ്ടേ കുട്ടികളൊക്കെ സ്കൂൾക്ക് നല്ല മോഡലിലൊക്കെ കെട്ടുമല്ലോ അല്ലേ മോളെ? ചെറിയ ഉറുപ്പ്യന്റെ പണ്ണോണ്ടേ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് മുടി ഇങ്ങനെ അവരൊക്കെ മോഡൽ ഇങ്ങനെ കെട്ടണ കാണണം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. വൃത്തിയിലൊക്കെ കാട്ടണം. നമുക്ക് വൃത്തിയിലൊന്നും കാട്ടാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയാലോ അങ്ങനെയൊക്കെ ഉണ്ടോ. ഇങ്ങനെ ഇട്ടച്ചാലും നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ചൊറുക്കൊക്കെ നല്ല ഭംഗിയില്ല കാണാന്. ഇങ്ങനെയൊക്കെ കാട്ടോ. എങ്ങനെയും കാട്ടാ സാധനം. അതിന്റെ ബ്ലാക്കും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയില്ലേ എങ്ങനെ ഉണ്ടാക്കണെന്ന്? അപ്പൊ ഒരുപാട് വട്ടം ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഇനി ഞാൻ വേണമെങ്കിൽ ഷോർട്സിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല ലാഭത്തിന് വിൽക്കാട്ടോ ഈ സാധനം. പിന്നെ ഞാനിതിപ്പോ തൂക്കി കൊടുക്കണാണ്. വെറുതെ വീട്ടിലിരിക്കല്ലേ നിങ്ങൾ കേട്ടോ. വീട്ടിലിരുന്ന് നമ്മളൊരു 5-10 ഉറുപ്പ്യ ഉണ്ടാക്കി ഒരുപാട് ബോയ്സിന്റെ ഫോണില് വന്ന് കിടക്കണുണ്ട്. ലാഭം കിട്ടിയത് കരഞ്ഞിട്ടുണ്ട്. അവര് വരെ എന്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. അവര് ആദ്യം വാങ്ങാൻ പേടി. ഞാൻ പറഞ്ഞു വാങ്ങിച്ചോളി, നിങ്ങൾക്ക് കിട്ടും, എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വിഷമമാവാത്ത? എനിക്ക് സംശയം ഉണ്ടായിട്ടാട്ടോ. ഒരു 10 വട്ടം ചോദിച്ചു പോയി. ഞാൻ പറഞ്ഞു നിങ്ങളിന്റെ ഏട്ടത്തിനെ പോലെ അഞ്ചത്തിനെ പോലെ എങ്ങനെ വേണമെങ്കിലും കണ്ടോളി, എപ്പോ വേണമെങ്കിലും വാട്സപ്പ് ചെയ്തോളി. ചിലപ്പോ എപ്പോഴും നമുക്ക് കഴിയില്ലെങ്കിലും നമ്മൾ ആ വാട്സപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ തന്നിക്കും. എനിക്ക് 10 ഉറുപ്പ്യ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ അത് വാങ്ങി തരും എന്ന് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് സങ്കടപ്പെട്ട ഒരാൾ വിളിച്ചിട്ടുണ്ട്. അതിന് പൈസ കിട്ടിയ കഥ പറഞ്ഞു കാണും കേട്ടോ. അത്ര ആരാന്നൊന്നും ഞാൻ പറയണില്ല. അതിന് ഒരുപാട് ലാഭം കിട്ടി. എന്താ വെച്ചാല് നമ്മളെ പോലെ മക്കളൊക്കെ ഉണ്ട്, പണിക്കൊന്നും പോവാൻ കഴിയാതെ ഭർത്താവിന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവര്. രക്ഷപ്പെടട്ടെ അല്ലേ? അപ്പൊ ആ ഓണക്കിറ്റ് ഓഫർ തീരുമ്പോത്തിന് വാങ്ങിക്കോളിട്ടോ. എനിക്കൊരു ചെറിയ നഷ്ടം ഉണ്ടായില്. എന്നാലും എന്താ ചോദിച്ചാല് നമ്മളെ അടുത്തുനിന്ന് സ്ഥിരം വാങ്ങണ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ ഓൽക്കൊരു എന്തെങ്കിലും ഒരു ലാഭം കിട്ടട്ടെ എന്ന് കരുതി. പിന്നെ പുതുതായി തുടങ്ങണവർക്ക് 250 ഒന്നും വാങ്ങാൻ കഴിയണില്ല. 250 ഇതും 250 അതും എന്നിട്ട് ഐറ്റങ്ങൾക്ക് ഇതൊക്കെ പാടെ വാങ്ങിക്കാണ് കച്ചവടം നടത്താൻ കഴിയുമോ അറിയില്ലല്ലോ. അപ്പൊ ആ കിറ്റ് ആവുമ്പോ ഇതൊരു 10 എണ്ണം ഉണ്ടാക്കാനുണ്ട്. നമ്മളെ എല്ലാ മെറ്റീരിയൽസിലും എല്ലാം ഓരോ പീസ് വെക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഉഷാറായിക്കും. അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോ ഇത് മാത്രം കച്ചവടം ഒന്നല്ല കേട്ടോ. കൽത്താമതിയുടെ വീഡിയോ 2 കൂടി മിക്സ് ചെയ്തിട്ട് മറ്റവർക്കും വിഷമം ഉണ്ടാണ്ട, എന്താ ഇതിന്റെ ആളുകൾക്കും വിഷമം ഉണ്ടാണ്ടെന്ന് കരുതിട്ടോ. സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളി. പിന്നെ കിറ്റ് അതിന് 2-3 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഓർഡർ ചെയ്തോളി കേട്ടോ. എന്താ വെച്ചാല് അതങ്ങനെ വല്ലാതെ നീണ്ടു നിൽക്കാൻ കഴിയൂല. അപ്പൊ ഇതൊക്കെ നല്ല ലാഭത്തിൽ കൊടുക്കട്ടോ. നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് 10 ഉറുപ്പ്യ ഉണ്ടാക്കാന്ന് വരെ പാത്തു നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അതേപോലെ അതിന്റെ പുത്തൻസും കാര്യങ്ങളും ഏത് വഴി കൂടെ പോണം, എങ്ങനെ ചെയ്താൽ ആ പൈസ കിട്ടുക ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏകദേശം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ റൂള് ചെയ്താൽ എത്ര ഉറുപ്പ്യക്ക് സെയിൽ ചെയ്താൽ കഴിയും, അത് ഇനി 10 എണ്ണം വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് വരെ ഏകദേശം നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ശരിമോളെ ഇത് കൊണ്ടുവച്ചാ അപ്പൊ വേണ്ടിയൊരു പെട്ടെന്ന് അപ്പൊ നിങ്ങള് കണ്ടില്ലേ നമ്മുടെ ഷെയ്മോക്ക് വരെ അറിയാം. അത് വേണമെങ്കിൽ നിങ്ങളെ പേരക്കുട്ടിയാക്കോ അമ്മക്കാക്കോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഓലെന്നെ കാട്ടും. ഒരു 5-8 എണ്ണം തിരിച്ചുകാണ്ട് അതിന്റെ സൈഡ് ഭാഗം പൊട്ടിക്കെടുക്കോ കേടല്ല കേട്ടോ. അത് 2 ഭാഗം പിടിച്ച് കെട്ടിയിടാനാണ്. എന്നിട്ട് നന്നായിട്ട് കത്രിക കുറ്റിയോട് തന്നെയാണ് വെട്ടിയിടുക. ബെൽറ്റ് ഉണ്ടാക്കും, ക്ലിപ്പ് ഉണ്ടാക്കും. അത് അതിന് ഒരു പണിയില്ല കേട്ടോ. അതിന്റെ പശ ഇടുക, അതിമേലൊന്നും ഇങ്ങനെ മെല്ലെ ചുറ്റി കൊടുക്കാം. നമ്മളെ കുട്ടികൾക്ക് ഹെർബൻറ്റും ആയില്ലേ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വിടണ്ടിട്ട് ഇനി സെയിൽ ചെയ്തിട്ടില്ലല്ലോ ഒരു 4 ഉണ്ടാക്കി നോക്കിയിട്ട് ഏതായാലും ഈ സാധനം വാങ്ങിയല്ലേ നമ്മള് എന്താ പറയാ ക്രഞ്ചീസ്. അപ്പൊ 4 ബണ്ണും ഉണ്ടാക്കുക. ഇനിയിപ്പൊ 4 എണ്ണം നമ്മളെ ഹെർബൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ സെയിൽ ചെയ്തോളിയല്ലേ, നമ്മളെ മക്കൾക്കൊക്കെ ഉപയോഗിച്ചൂടെ. അപ്പൊ നമ്മള് ഇത് റെഡി ആയിക്കണോ ഒന്ന് നോക്കാട്ടോ. അപ്പൊ നമ്മളെ കാലത്തപ്പോ സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് മെല്ലെ അങ്ങോട്ട് കൊടുന്ന എത്ര മിനിറ്റ്? ഒരു 10-15 മിനിറ്റ് ഞങ്ങളോട് വർത്താനം പറഞ്ഞൂലേ? കാണിച്ചു കൊടുത്തവർക്ക്
നമ്മളെ കൽത്തപ്പം നാരെടുത്ത കൽത്തപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആണുണ്ടോ കണ്ടോ അടിപൊളി കൽത്തപ്പം. അപ്പൊ ചൂടാറിയ ശേഷം കയ്യിൽ മെല്ലെ ഒന്നാണ് തട്ടിയെടുത്താൽ മതി. പോരിനില്ലേ കയ്യിലോണ്ട് മെല്ലെ ഒന്നാണ് തോണ്ടിയാൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കൽത്തപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നാരെടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.